ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആണ്. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 32 സബ്സെക്ഷൻ 2ലാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. അപ്പോൾ എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ? അതിനു മുമ്പ് ഒരു ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രിസിയേഷൻ നമുക്ക് ബിസിനസ് ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ എക്സസ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താൽ അതൊരിക്കലും നമുക്ക് ബിസിനസ്സിൻ്റെ ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വർഷം ബിസിനസ് ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രിസിയേഷനെയാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു അസസിക്ക് പ്രീവിയസ് ഇയറിൽ ബിസിനസ് ഇൻകം ആയിട്ട് 1 lakh rupees ഉണ്ട്. അദ്ദേഹത്തിന് മറ്റ് ഹെഡ് ഓഫ് ഇൻകങ്ങളൊന്നും ഇല്ല. ബിസിനസ് ഇൻകം മാത്രമാണ് 1 lakh rupees. അപ്പോൾ അദ്ദേഹത്തിന് ആ വർഷം ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് ഒരു 1,50,000 rupees ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. അപ്പം 1 lakh ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് 1,50,000 എന്തായാലും ആ വർഷം ലെസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം 1,50,000 ലെസ് ചെയ്യാൻ മാത്രമുള്ള ബിസിനസ് ഇൻകം ആ വർഷം ഇല്ല. ആക്ച്വലി 1 lakh മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 lakhൽ നിന്നും 1,50,000 ലെസ് ചെയ്താൽ ബാക്കി 50,000 ഇനിയും ലെസ് ചെയ്യാൻ കിടക്കുന്ന അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാൻ ഉള്ള അഡ്മിസിബിൾ എക്സ്പെൻസസ് ആണ്. അങ്ങനെ ആ വർഷം നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഡിപ്രിസിയേഷനെയാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 പ്രകാരം എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് നോക്കാം. If the assessee does not have sufficient profits during the previous year to charge the depreciation fully. ഇപ്പോൾ അസസിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ഇല്ല, പ്രീവിയസ് ഇയറിൽ ഈ ഡിപ്രിസിയേഷൻ ഫുള്ളായിട്ട് ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് ഇല്ല എങ്കിൽ ദ ബാലൻസ് ഓഫ് ഡിപ്രിസിയേഷൻ വിച്ച് കുഡ് നോട്ട് ബി റിട്ടേൺ ഓഫ്. അപ്പം ബാലൻസ് ഡിപ്രിസിയേഷൻ വരുമല്ലോ, അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ബാലൻസ് ഓഫ് ഡിപ്രിസിയേഷനെയാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Unabsorbed depreciation can be set off against income from any other business of the assessee during the current year. അപ്പോൾ ആ കറൻറ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ നമ്മുടെ അസസിയുടെ ഏത് ഹെഡ് ഓഫ് ബിസിനസ് ഇൻകത്തിൽ നിന്നും നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അസസിക്ക് 2 ബിസിനസ്, എ എന്ന് പറയുന്ന ബിസിനസ്സും ബി എന്ന് പറയുന്ന ബിസിനസ്സും ഉണ്ടെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഇൻകം വെച്ചിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ബി എന്ന ബിസിനസ്സിൻ്റെ ഹെഡ് ഓഫ് ഇൻകം വെച്ചിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അസസിക്ക് എ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്നും 40,000 ബിസിനസ് ഇൻകം ഒരു വർഷം ഉണ്ടായി. അതേ വർഷം തന്നെ അദ്ദേഹത്തിന് ബി എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ നിന്നും 60,000 ബിസിനസ് ഇൻകം ഉണ്ടായി. അപ്പം അദ്ദേഹത്തിന് ആ വർഷം ഒരു ഡിപ്രിസിയേഷൻ എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് 1 lakh ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്നും 1 lakhും അയാൾക്ക് ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി അവിടെ 40,000 ഇൻകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിന് 40,000 ലെസ് ചെയ്യാം. ബാക്കി ബാലൻസ് എമൗണ്ട്, ഡിപ്രിസിയേഷൻ എമൗണ്ട് 60,000 ഉണ്ട്. അതെന്ന് പറയുന്ന അദ്ദേഹത്തിന് ബി എന്ന് പറയുന്ന ബിസിനസ് ഇൻകം ആയിട്ടുള്ള 60,000 നിന്ന് ലെസ് ചെയ്യാവുന്നതാണ്. So unabsorbed depreciation can be set off against income from any other business of the assessee during the current year. ഇനി ആ ബിസിനസ് ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ഹോൾ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് ആ വർഷം ലെസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ എനി എമൗണ്ട് സ്റ്റിൽ റിമൈനിങ്, this amount can be set off against any other head of the income of that year other than income from salary. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അസസിക്ക് വേറെ ഏതെങ്കിലും ഹെഡ് ഓഫ് ഇൻകം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതർ ദാൻ സാലറി ഒഴികെ മറ്റ് ഹെഡ് ഓഫ് ഇൻകം, അതായത് ഇൻകം ഫ്രം HP, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഡിപ്രിസിയേഷൻ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്.
സാലറി ഒഴികെയുള്ള മറ്റെല്ലാ ഹെഡ് ഓഫ് ഇൻകം വെച്ച് നമ്മൾ ഈ ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ടും എന്താണ് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ബാക്കി വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയറിലേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ് നെക്സ്റ്റ് ഇയറിൽ ബിസിനസ് ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നിന്നും ലെസ് ചെയ്യുക, അല്ലെങ്കിൽ അതർ ഹെഡ് ഓഫ് ഇൻകം വെച്ചിട്ട് അത് ലെസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അനദർ ടാക്സ് പ്രൊവിഷൻ എന്ന് പറയുന്നത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ക്യാൻ ബി ക്യാരി ഫോർവേഡ് വിത്തൗട്ട് ടൈം ലിമിറ്റ്. ഇപ്പം നമ്മൾക്ക് ഈ വർഷം നമുക്ക് ഡിപ്രിസിയേഷൻ ഹോൾ ഡിപ്രിസിയേഷന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മളത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എന്താണ് ഡിപ്രിസിയേഷൻ ഫുള്ളായിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇയറിലേക്ക് നമ്മളത് ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ടൈം ലിമിറ്റിൽ എത്ര വർഷത്തിനുള്ളിൽ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് നിർത്തണം എന്നതിനെക്കുറിച്ച് ഒരു ടൈം ലിമിറ്റ് വെക്കുന്നില്ല. ഓരോ വർഷവും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ നമ്മൾ ആ വർഷത്തെ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ക്യാരി ഫോർവേഡ് ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റ് ഓഫ്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് സെക്ഷൻ 32 സബ്സെക്ഷൻ 2 ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡിപ്രിസിയേഷൻ അലവൻസ് ഉണ്ടെങ്കിൽ ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ നിന്നാണ് ആദ്യം അത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഹോൾ എമൗണ്ട് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ, അതായത് ഇൻസഫിഷ്യൻ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇൻകം ഫ്രം സാലറി ഒഴികെയുള്ള മറ്റെല്ലാ ഹെഡ് ഓഫ് ഇൻകം വെച്ചിട്ട് ഇത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ടും ഇത് ബാക്കി വരികയാണെങ്കിൽ അൺഅബ്സോർബ്ഡ് ബാലൻസസ് ഉണ്ടെങ്കിൽ ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ക്യാരി ഫോർവേഡിന് ടൈം ലിമിറ്റ് ഇല്ല. ഇനി ക്യാരി ഫോർവേഡ് ഡിപ്രിസിയേഷൻ നമ്മൾ ആ വർഷത്തെ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആയിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്.